ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുജയും അതുപോലെ തന്നെ സാഗറും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ചേച്ചിയമ്മ വരുന്നുണ്ട്. രണ്ടുപേരും കൂടി വിഷമിച്ചിരുന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക? ഇന്നലെ മുതൽ ഈ സുജു ഒന്നും കഴിച്ചിട്ടില്ല, നീ എന്തെങ്കിലും കഴിക്കുക എന്ന് പറയുന്നു കേട്ടോ. എനിക്ക് ഇറങ്ങില്ല ചേച്ചിയമ്മേ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ കാണാത്തതുകൊണ്ട് എനിക്ക് അത്രമേൽ വിഷമമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓർത്തിട്ട് കാര്യമില്ല, അവരെന്തായാലും തിരഞ്ഞ് കണ്ടുപിടിക്കും. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നീ കണ്ടോ, അവൻ വരുമ്പോഴേക്കിനും നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ വന്ന് ഭക്ഷണം നീ കഴിച്ചേ എന്ന് പറയുന്നു കേട്ടോ. എനിക്ക് ഇറങ്ങുന്നില്ല എന്ന് വീണ്ടും പറയുമ്പോഴത്തേനും പെട്ടെന്ന് കൃഷിൻ്റെ കോള് സാഗറിൻ്റെ ഫോണിലോട്ട് വരുന്നു കേട്ടോ. അപ്പോഴത്തേനും ആ മോനെ നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സേഫായിട്ട് ഇവിടെ ഉണ്ട് അച്ഛാ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കൂടെ കൺമണിയും സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തും. മഹിയാണെങ്കിലും ഞങ്ങളെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം അവനിപ്പോൾ ഇവിടെ എത്തും കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണിയോട് നീ എല്ലാ കാര്യവും ഇപ്പോൾ പറയണ്ട, അവളോട് ഞാൻ നേരിട്ട് തന്നെ സംസാരിച്ചോളാം എന്നും സാഗർ പറയുകയാണ്. അങ്ങനെ ആയിക്കോട്ടെ അച്ഛാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുജാതയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കൃഷ്ണനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ആ ബലരാമനാണ് ഇതിനെല്ലാം പിന്നിൽ എന്നൊക്കെ പറയുമ്പോൾ നീ വന്ന ഉടനെ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം, അവൻ ചതിയനാണ്, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് സുജു പറയുന്നു. കൃഷ്ണനെ കണ്ടുകിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. അതിനുശേഷം തന്നെ എവിടെ ആൻറ്റിയമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. എന്താടാ ഇവർ രണ്ടുപേരും സംസാരിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ മോനൂട്ടാ നീ എന്തിനാ വേണ്ടാത്തതൊക്കെ ചെയ്തത്? ആ പെണ്ണിൻ്റെ കൂടെ എന്തിനാ പോയത്? അവളെ അന്വേഷിക്കാൻ പോലീസുകാരൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ നീ പോയതെന്ന് പറയുമ്പോൾ അല്ല ആൻറ്റിയമ്മേ, അവൾ ഒറ്റയ്ക്കല്ലേ, നമ്മളല്ലേ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ മനസ്സിൽ എപ്പോഴും മാനസേ ഉണ്ടാകാൻ പാടുള്ളൂ. 2 ദിവസമായിട്ട് പാവം മാനസ നിന്നെ കാണാതെ എത്ര വിഷമിക്കുന്നുണ്ട് കേട്ടോ. അവളെ ഒന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല അല്ലേ, നീ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട്. ചേച്ചി ആൻറ്റിയമ്മയോട് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്കും നിന്നോട് നല്ല പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഫോൺ കട്ടാക്കുകയാണ്. കൃഷ്ണൻ തന്നെ കൺമണിയും കൃഷും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൺമണിയോട് കൃഷി പറയുന്നുണ്ട്, അവർക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി, നമ്മുടെ വരവും കാത്തിരിക്കുകയാണ് പാവം അച്ഛനും അമ്മയൊക്കെ കേട്ടോ എന്ന് പറയുന്നു. പിന്നെ പോയ ഉടനെ തന്നെ എനിക്ക് ഒരു കാര്യം അവരോട് സംസാരിക്കണമെന്നും കൃഷി കൺമണിയോട് പറയുന്നുണ്ട്. അതെന്താണ് സർ? നമ്മൾ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് തന്നെയാണ് എനിക്ക് അവരോട് സംസാരിക്കാനുള്ളത്. അച്ഛനമ്മ എന്തായാലും അത് അംഗീകരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ അംഗീകരിക്കാനാണ്? ഞാനിന്ന് പ്രപ്പോസ് ചെയ്യണ പോലെ, അതായത് നിന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ, അത് അച്ഛനോടും അമ്മയോട് ഞാൻ പറയുന്ന രീതി ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാനാണ് അച്ഛനും അമ്മയെന്ന് വിചാരിച്ചോ, എന്നിട്ട് സാർ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അമ്മയോട് അച്ഛനോട് സംസാരിക്കുന്ന പോലെ പറയണം കേട്ടോ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, കൺമണിയെ, എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു കേട്ടോ. പക്ഷെ അതിനുള്ള കുറേ എതിർപ്പുകളുടെ രൂപത്തിൽ എന്നെ കൺമണി പറയുന്നുണ്ട്. ഫാമിലിയെക്കുറിച്ചും അവളുടെ നമ്മുടെ അലിഗയിലൊരു സ്റ്റാഫാണ് അവളുടെ വീടിനെ കുറിച്ചും അതുപോലെ ചേട്ടത്തെയും ഏട്ടനെയും അച്ഛനെയും ഒക്കെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കുന്നില്ല കൃഷി പറയുന്നുണ്ട്, എനിക്ക് അവരെ ഒന്നല്ല വേണ്ടത്, കൺമണിയാണ്, അവളുടെ നല്ല മനസ്സിനെയാണെന്ന് പറയുന്നു. നിനക്കിതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ കിട്ടില്ലേ, പോരാത്തതിന് മാനസികമായിട്ടുള്ള നിൻ്റെ വിവാഹം ഉറപ്പിച്ചതല്ലേടാ എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് കൺമണിയെ മാത്രം മതി, ഇത് ചെയ്യുന്നത് ശരിയാണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നത് പോലെയൊക്കെയാണ് കൺമണി എന്തായാലും കൃഷ്ണനോട് പറയുന്നത്. പക്ഷേ ആ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് തന്നെ കൺമണിയെ എല്ലാം കൊണ്ടും ഇഷ്ടമാണെന്നുള്ളത് കൃഷ്ണ അവിടെ തുറന്ന് പറയുക കേട്ടോ കൺമണിയോടായിട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ തന്നെ കൺമണിക്കും കൃഷ്ണന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. സാർ എന്നെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ, സാർ ഒരിക്കലും എന്നെ കൈവിടില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പായി എന്നൊക്കെ കൃഷ്ണനോട് കൺമണി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാം ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് എന്തായാലും അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പരസ്പരം. പിന്നീടും കൺമണിയുടെ അച്ഛനെയാണ് കേട്ടോ. വളരെ വിഷമത്തിൽ ഇരിക്കുകയാണ് അച്ഛൻ, മറ്റൊന്നുമല്ല മോളെ കാണാത്തതിൽ വളരെയധികം സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ സമയത്ത് തന്നെ ലക്ഷ്മി അവിടേക്ക് വരുന്നു. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, അവൾ ഇങ്ങോട്ട് വരില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അവളെ കാണാത്തത് കൊണ്ട് എനിക്ക് എത്ര വിഷമമാണ് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ കണ്ണമ്മയെ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ചു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ചിലപ്പോൾ അവളെ കിട്ടിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് പറയുന്നതെങ്കിൽ അതിനേക്കാളും വലിയ വിഷമമാവില്ലേ, അതുകൊണ്ട് അതിന് ഞാൻ നിൽക്കുന്നില്ല ലക്ഷ്മി എന്ന് പറയുന്നു. എന്തായാലും ആലോചിച്ച് നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ,
എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെയാണ് കൺമണിയുടെ കോൾ വരുന്നത്. കൺമണി അച്ഛാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്നെ കാണാനായിട്ട് എത്ര വിഷമിച്ചടി എന്നൊക്കെ പറയുന്നു. കൺമണിയുടെ അച്ഛനാണെങ്കിൽ മനോജ് മോനെ ഏതാ കൺമണി വിളിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തെ ലക്ഷ്മി പറയുന്നുണ്ട് കൺമണി ചത്തിട്ടില്ല മനോജേട്ടാ എന്ന് പറയുന്നു. ആ കേൾക്കുമ്പോഴത്തേനും കൺമണിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. കാരണം കൃഷിനെ കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ട്. അവൻ്റെ വിഷമങ്ങൾ അനുഭവിക്കാനും ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് തിരക്കാൻ പോലും ഇവിടെ ഓരോരുത്തരും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് വിഷമത്തോടുകൂടി. ആ പറച്ചിൽ കേൾക്കുമ്പോൾ കൺമണിക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനുശേഷം തന്നെ മോളെ എത്രയും പെട്ടെന്ന് വായോ എന്ന് പറയുന്നു. എന്തായാലും കണ്ണമ്മ മേഡത്തിൻ്റെ അടുത്തേക്ക് പോയതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറയാം കേട്ടോ. എന്തായാലും അച്ഛൻ ഫോൺ ചെയ്തു. ഞാൻ കൃഷി സാറിൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചതെന്ന് പറയുമ്പോഴത്തേനും സാറ് കൂടെ ഉണ്ടല്ലോ, അതിന് ആശ്വാസം എന്ന് പറയുന്നു. സാർ എൻ്റെ കൂടെ ഉണ്ട് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ മനോജ് വരുന്നുണ്ട്. മോനെ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകണ്ടേ, കൺമണി ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുമായിരിക്കും എന്ന് പറയുന്നു. എന്തിനാ സ്റ്റേഷനിലൊക്കെ പോകുന്നത്, അവളെന്തായാലും വീട്ടിലേക്ക് വരില്ലേ, അപ്പോൾ കണ്ടാൽ മതി എന്ന് പറയുന്നു. എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഞാനേ നമ്മുടെ വരുണിൻ്റെ അച്ഛനെയാണ് വിളിച്ചത്, അദ്ദേഹം ബാങ്കിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് പറഞ്ഞിട്ടല്ലേ ഉടമ്പടിയിൽ പറഞ്ഞത്. കാരണം കൺമണി വന്ന ഉടനെ തന്നെ ബാങ്കിലേക്ക് വരാം, ആ ജപ്തി ഒഴിവാക്കി തരാം എന്നൊക്കെയല്ലേ പറഞ്ഞത്. പിന്നെ എന്താ ഒരു മാറ്റം, കൺമണി ഇങ്ങോട്ട് വന്നോളും, എന്തായാലും നമുക്ക് പോകാം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അച്ഛന് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യരുത് മോനെ എന്ന് പറയുന്നു. പിന്നെ ഞാൻ എന്തായാലും അച്ഛൻ ഈ പറയുന്ന പോലെ എന്നല്ല, എപ്പോഴും തന്നെ നമ്മളെ പറ്റിക്കാനായിട്ട് നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവളെ കൊണ്ട് വരുണിനെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മനോജ് അങ്ങനെ പറയുമ്പോൾ അച്ഛന് നല്ല വിഷമമുണ്ട്. അപ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് മനോജേട്ടൻ പറയുന്നതിലല്ല അച്ഛൻ എപ്പോഴും ദേഷ്യമാണല്ലോ, കൺമണി ഉണ്ടല്ലോ കൂടെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നല്ല വിഷമം അച്ഛന് മാത്രമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി ആകെ സ്നേഹിക്കുന്ന പോലെ അച്ഛനെയും അത് ഗോകുലും മാത്രമാണ്, വേറെ ആരും തന്നെ ഇല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന കാട്ടിൽ തന്നെയാണ്. അപ്പോൾ തന്നെ കൃഷും കൺമണിയും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകണം. അതിനുശേഷം തന്നെ അവരുടെ വിവാഹം ഉറപ്പിക്കും. പിന്നീട് കൺമണി എന്നെ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, സാറിന് എപ്പോഴാണ് എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. അതൊന്നും പറയാനായിട്ട് പറ്റിയിട്ടില്ല കൺമണി, കാരണം നമുക്ക് ഓരോരുത്തർക്കുള്ള ഇഷ്ടം അത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കേണ്ട കൺമണി, കാരണം എനിക്ക് അറിയില്ല നിന്നോട് എപ്പോഴാണ് എനിക്ക് ഇഷ്ടമുണ്ടായതെന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ കൃഷി കൺമണിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ കൺമണിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് വിശ്വാസമാണെന്നൊക്കെ കൺമണി തിരിച്ചും പറയുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.